കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇന്നിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരമായി, ഇന്ന് സമയം വൈകിട്ടോ. ഇന്നിപ്പോൾ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് സമയമായി. എന്തായാലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഉത്സവം 8-ാം നാളായി. ഇന്ന് ഉത്സവ ബലിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ധാരാളം ചടങ്ങുകളായിരുന്നു ക്ഷേത്രത്തിൽ. ഉച്ചപൂജയൊക്കെ കഴിഞ്ഞത് ഒരുപാട് സമയം വൈകിട്ടാണ്, ഏകദേശം 2:30 കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ ആഹ്ലാദത്തോടെ ഭക്തരെ കാത്തിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ആദ്യം തന്നെ ആ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് സർവ്വവിഘ്നങ്ങളും ഹരിക്കാൻ വേണ്ടി പറയാം, പ്രാർത്ഥിക്കാം. മുട്ടറക്കാനുള്ളവർക്കൊക്കെ മുട്ടറക്കാം. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് പുറകുവശത്താണ് ഗണപതി ക്ഷേത്രം. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയിട്ട് തൊഴുത് നമ്മൾ നേരെ ഗോപുര വാതിൽ കടന്ന് അകത്തേക്ക് പോകാം. അങ്ങനെ വരുമ്പോൾ നേരെ പോയിട്ട് വാതിൽപ്പടി കയറുമ്പോൾ അകത്തേക്ക് ഇങ്ങനെ നോക്കുക നമ്മൾ. അപ്പോൾ ആ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ കാണാം നമ്മുടെ ആ ശ്രീലകത്തെ ആ വലിയ ആ വെളിച്ചം. ആ വെളിച്ചം അങ്ങനെ ദീപപ്രഭ നമ്മളിലേക്ക് എത്തുകയാണ്. ഏറ്റവും അതായത് മനോഹരമായിട്ട് തന്നെ നമ്മിലേക്ക് ആ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം എത്തുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇടത് വശത്തേക്ക് നോക്കിയിട്ട് മേൽപ്പത്തൂരിൻ്റെ ആ പീഠം കാണാം. അതൊന്ന് അവിടേക്ക് നോക്കിയിട്ട് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. അതുപോലെ വലതുവശത്തേക്ക് നോക്കിയാൽ വലതുവശത്തുള്ള ആ വലിയ തൂണ് കാണാം. നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി സ്മരിച്ച് അങ്ങനെ നമ്മൾ അകത്തേക്ക് പോരുകയാണ്. അകത്തേക്ക് പോരുമ്പോൾ ആ ശ്രീലകത്തെ ഇങ്ങനെ നമ്മളെ നോട്ടെത്തുകയാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കാൽത്തളകൾ അണിഞ്ഞിങ്ങനെ ചെറിയൊരു ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ കാണാം. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു കളഭച്ചാർത്ത് ഇങ്ങനെ കാണാം. ആ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട് പൊന്നിൻ്റെ. അതേപോലെ അങ്ങനെ പട്ടുകോണകം, ചുവന്ന പട്ടുകോണകം എടുത്തിട്ട് ഒരു പൊന്നുണ്ണിക്കണ്ണനാണ് കേട്ടോ. കയ്യിൽ വെണ്ണൂറിലുണ്ട്, ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട്. കൈവളകൾ കാണാനുണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്, ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് കാതിൽ. അങ്ങനെ ആ നെറ്റിത്തടത്തിൽ നല്ലൊരു ഗോപിക്കുറിയുണ്ട്. പിന്നെ ഒരു മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്. അതേപോലെ ഒരു വളയം പോലത്തെ മാലയുണ്ട്. അങ്ങനെ 2 മാലകളുണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ മയിൽപ്പീലി ഇങ്ങനെ ആ കളവം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, പീലിത്തിരിമുടി കെട്ടിയിട്ടുണ്ട്. വളരെ മനോഹരമായ ആ ഒരു 2 തിരുമുടിമാലകൾ കാണാണ്ട്. വെളുത്ത പൂവിനാണ് ഏറ്റവും പ്രസക്തം. അതുപോലെ ഉണ്ടമാലകളും 2 എണ്ണമാണ്. വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ട് ഇങ്ങനെ വെളുത്ത പൂവ് കൂടുതലുണ്ട്. അങ്ങനത്തെ 2 മാലകളുണ്ട്. അങ്ങനെ മാലകളും ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ മുഴുവൻ അങ്ങോട്ട് നിറഞ്ഞിട്ടില്ല, എന്നാലും അത്യാവശ്യം, അതായത് കളഭച്ചാർത്ത് മുഴുവനില്ല എന്നർത്ഥം. അങ്ങനത്തെ ഒരു പൊന്നുണ്ണിക്കണ്ണനാണ്, ചെറിയ പൊന്നുണ്ണിയാണ്. അതുകൊണ്ട് അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വളരെ രസമായ ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തേക്ക് നോക്കുകയാണ്, ആ സോപാനപ്പടിയിൽ നിന്നിട്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ല തിരക്കായിരുന്നു. ഈ ഉത്സവത്തിൻ്റെ 8-ാം ദിവസം ആവുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പല ചടങ്ങുകൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ നിർത്തി വെച്ചിട്ടും ഒക്കെ ആവുകൊണ്ടാണ് ഇത്രയധികം തിരക്ക്. അങ്ങനെ ആഹ്ലാദപൂർണമായ അന്തരീക്ഷമാണ്. ഉത്സവത്തിൻ്റെ ചടങ്ങുകളൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട്, നമ്മളെ പുറത്തുള്ള അലങ്കാരങ്ങളൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ആയിട്ട് വരാം, ലൈവായിട്ട് വരാം. ഇപ്പോൾ എന്തായാലും ഉച്ചപൂജ ഒന്ന് കുറച്ച് വൈകി, കുറച്ചല്ല അത്യാവശ്യം വൈകി. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊഴുകയാണ്, അകത്തേക്ക് നോക്കിയിട്ട് ആ വെണ്ണക്കണ്ണനെ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന ആ സമയത്ത്, ഏത് സമയത്താണോ ആ കേൾക്കുന്നത്, ആ സമയത്ത് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ നിന്നിട്ട് ശ്രീലകത്തേക്ക് നോക്കുന്നതായിട്ട് സങ്കല്പിക്കുക, പ്രാർത്ഥിക്കുക.
ആ പ്രാർത്ഥന ഗുരുവായൂരപ്പൻ ചെവിക്കൊള്ളും. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പതുക്കെ നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങുമ്പോൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ തിടപ്പള്ളി നോക്കിയിട്ടൊന്ന് തൊഴുകയാണ്. ഏറ്റവും പ്രധാനം പറഞ്ഞിട്ടുണ്ട്, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നു, തിടപ്പള്ളിക്ക് പ്രമുഖ സ്ഥാനമുണ്ട്. കാരണം ഭഗവാന് നേദ്യം തയ്യാറാക്കുന്നു, അതുപോലെ ഗണപതി ഹോമം നടത്തുന്നു ഒക്കെ അവിടെയാണ്. അപ്പോൾ അവിടേക്ക് നോക്കിയിട്ടൊന്ന് തൊഴുക. അതുപോലെ ബലി തൂവുന്ന അഗ്നികോണിലേക്ക് നോക്കിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക. സപ്തമാതാക്കളെ നോക്കി തൊഴുക. സപ്തമാതാക്കളുടെ അടുത്താണ് രാവിലെ പന്തീരടിക്ക് ശേഷം പഴുക്കാമണ്ഡപം വയ്ക്കാറ്. ഇന്നും കൂടിയേ ഉള്ളൂ പഴുക്കാമണ്ഡപം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്നത്തെ രാത്രിയോടുകൂടി അത് കഴിഞ്ഞു. നാളെ ഭഗവാന്റെ വേട്ടയാടലാണ്. അത് കഴിഞ്ഞാൽ മറ്റന്നാൾ ആറാട്ടാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്, ഏറ്റവും തിരക്ക് കൂടുന്ന ദിവസങ്ങളാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുതു നേരെ അങ്ങനെ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്ത് ചെന്നാലോ അവിടെയും മനോഹരമായിട്ടുള്ള അലങ്കാരം. എന്നുവെച്ചാൽ ഉത്സവമാകുമ്പോൾ എല്ലായിടത്തും അലങ്കാരമാണല്ലോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ ഒന്ന് നോക്കി തൊഴുതു. സരസ്വതി ദേവിയുടെ അവിടെ വെളുത്ത മാല അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സരസ്വതി ദേവീനെ തൊഴുതതിന് ശേഷം ഇങ്ങനെ നമ്മൾ പോരുമ്പോൾ ചെറിയ കോണിലെത്തുമ്പോൾ ചെറിയ ഗണപതിയെ കാണാം, അവിടെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് ദശാവതാര വിഗ്രഹങ്ങളായ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ കാണാം. അത് കഴിഞ്ഞാൽ മേൽശാന്തി ഇരിക്കുന്ന സ്ഥലം കാണാം. അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ അത് കഴിഞ്ഞാൽ വീണ്ടും വാമന രൂപം കാണാം. അതുപോലെ ഗജേന്ദ്രമോക്ഷം കാണാം. അതേപോലെ വിഷ്ണു, അതായത് ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന വിഷ്ണുവിനെ കണ്ടു തൊഴാം. പിന്നീട് അത് കഴിഞ്ഞാൽ നേരെ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം. അവിടെ നിറയെ മാലകളൊക്കെ ഉണ്ട്. ആ ലക്ഷ്മി വിളക്കിൽ നിറയെ നെയ്യൊഴിച്ചിട്ട് അങ്ങനെ ദീപങ്ങളൊക്കെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് അവിടെ ആകുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല, അവിടെ സമാധാനമായിട്ട് നമസ്കരിക്കാം. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങനെ പോരുമ്പോൾ ബാക്കി ദശാവതാര രൂപങ്ങളൊക്കെ 3 രാമന്മാരെയും കാണാം. ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ അങ്ങനെയൊക്കെ കണ്ട്, പിന്നെ കൃഷ്ണനും കൽക്കിയും ജനാർദ്ദനും എല്ലാവരെയും കണ്ട് ഇങ്ങനെ തൊഴുത് വരികയാണ്. അങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മൾ മുരുകൻ്റെ അടുത്ത് എത്തുകയാണ്. മുരുകനെ ഭസ്മാഭിഷേകം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നീട് നമ്മൾ ആഞ്ജനേയൻ്റെ അടുത്ത് എത്തുകയാണ്. അപ്പോൾ ആഞ്ജനേയൻ്റെ അടുത്ത് വന്നു. വെറ്റിലമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്, നാരങ്ങമാലയും ചാർത്തിയിട്ടുണ്ട്, ധാരാളം കുങ്കുമം കൊണ്ട് അഭിഷേകം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമത് സ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്കും എല്ലാ ബലങ്ങളും കിട്ടട്ടെ ഹനുമാൻ സ്വാമിയുടെയൊക്കെ. അപ്പോൾ ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കാണാം. നേരെ വരുമ്പോൾ ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്കുള്ള ഓവ് കാണാം. ഓവിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞു ലേശം പുറകിലേക്ക് അങ്ങനെ മാറിയിട്ട് പടിഞ്ഞാട്ട് ഇങ്ങനെ വന്നാൽ ആ വടക്കേ ചുമരത്തുമ്മ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ താമരക്കണ്ണൻ. താമരക്കണ്ണൻ്റെ സ്ഥാനചലനമൊക്കെ ഞാൻ മുൻപ് വീഡിയോ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ കിണറിൻ്റെ അവിടെയായിരുന്നു, ഇപ്പോൾ ഇങ്ങോട്ടായി. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ കുറച്ച് എളുപ്പമായി. കാരണം ആർക്കും കാണാതിരിക്കാൻ പറ്റില്ല, എല്ലാവർക്കും കാണാം. അത് കഴിഞ്ഞ് നേരെ അവിടെ കണ്ട് തൊഴുത് വീണ്ടും നമ്മൾ ഗ്രില്ലിൻ്റെ അവിടേക്ക് നോക്കാം. ഗ്രില്ലിൻ്റെ അവിടെ കൂടെ നമ്മൾ നോക്കിയാൽ മണിക്കിണർ കാണാം. മണിക്കിണർ കണ്ട് തൊഴുത് അതേപോലെ നമ്മുടെ നൃത്ത അറയിലേക്ക് നോക്കുക.
നൃത്തം ചെയ്യുന്ന പൊന്നുണ്ണിയെ ഏത് രൂപത്തിലാണോ നമ്മൾ മനസ്സിൽ കാണുന്നത് ആ രൂപത്തിൽ നമ്മുടെ ഉണ്ണി അവിടെ കളിക്കുന്നതായിട്ട് തോന്നും. അങ്ങനെ കണ്ട് തൊഴുതു. അതിനുശേഷം കുറൂരമ്മേനൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ആ നാരദരെയൊക്കെ കണ്ടു, കൃഷ്ണാട്ട വിഗ്രഹമൊക്കെ കണ്ടു, വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് നേരെ ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിനുശേഷം എടത്തരികത്തുകാവിലെ അമ്മയെ കാണാം. അവിടെയും വളരെ ആഹ്ലാദവതിയായിട്ടാണ് അമ്മ ഇരിക്കണതേ. എന്താ വെച്ചാൽ സഹോദരന് ഉത്സവമല്ലേ, അപ്പോൾ സഹോദരിക്ക് വളരെ സന്തോഷമാവില്ലേ, അതാണ് ഇപ്പോൾ അവിടെ അവസ്ഥ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആറാട്ടും ഉച്ചയൂണും ഒക്കെ അവിടെയാണ്. ഉച്ച പൂജയുടെ ഒക്കെ ഭഗവതിയുടെ അടുത്ത് വെച്ചിട്ടാണ്. അപ്പം അത്രയും കാരുണ്യമുള്ള, അത്രയും നല്ല സ്നേഹമയ്യായ അമ്മയുടെ അടുത്ത് പോയിട്ട് നമ്മൾ തൊഴുന്നു, നമ്മളെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുത് നേരെ നമ്മൾ പോരുമ്പോൾ ആ കോർണറിലെത്തിയ ഒന്ന് തിരിഞ്ഞ് മമ്മിയൂരപ്പനെ നോക്കുക. മമ്മിയൂരപ്പനെ നോക്കിയിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിലിരുത്തി പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയ അനുഭവമാവും. അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ ആ തുലാഭാര കൗണ്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടാൽ ആൾരൂപം വഴിപാട് കാണാം. അതേപോലെ ആ കുന്നിക്കുരു മഞ്ചാടിക്കുരുവൊക്കെ വാരുന്ന ആ കുട്ടികളെയൊക്കെ കാണാം. കുട്ടികൾ മാത്രമല്ല, വലിയവരും ഒക്കെ വാരുന്നു. കുറുമ്പ് കൂട്ടാനാണെന്ന് തോന്നാം. അപ്പം അങ്ങനെ എല്ലാവരും വാരിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് നേരെ വീണ്ടും നമ്മൾ ശ്രീലകത്തേക്ക് നോക്കുകയാണ്, നമ്മുടെ പൊന്നുണ്ണിയെ വെണ്ണക്കണ്ണനെ കാണാനേ. അപ്പോൾ എല്ലാവരും കണ്ടു തൊഴുതോളും. പിന്നെ അവിടെ ഒന്ന് നമസ്കരിക്കാം. അങ്ങനെ നമസ്കരിച്ച് അങ്ങനെ കൂത്തമ്പലത്തിൻ്റെ അവിടെ എത്തിയാലോ. കൂത്ത് നടക്കണു, വളരെ മനോഹരമായ കൂത്താണ്. അദ്ദേഹത്തിൻ്റെ ആ വാഗ്ധോരണിയിൽ നമ്മളിങ്ങനെ മുഴുകി നിൽക്കും. അത്രയ്ക്കും മനോഹരമായ ആ കൂത്ത് ആണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ കുറച്ച് നേരം അങ്ങനെ തൊഴുത് അവിടെ നിന്ന് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരികയാണ്. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നാൽ അവിടെയും വളരെ സന്തോഷത്തിലാണ്. ഉപദേവതകളൊക്കെ സന്തോഷത്തിലാണ്. ഉത്സവമാകുമ്പോൾ എല്ലാവർക്കും, ഒരു വീട്ടിലിപ്പോൾ ഉത്സവമാകുമ്പോൾ എല്ലാവർക്കും സന്തോഷമല്ലേ, അതേമാതിരിയാണ് ഇപ്പോൾ ഗുരുവായൂരപ്പന് ഉത്സവമാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. അപ്പോൾ അവിടെ വന്നിട്ട് തൊഴുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തയേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെ കണ്ട് തൊഴുതു ഒന്ന് വലം വെച്ചു. അങ്ങനെ നമ്മൾ പടിഞ്ഞാറ നടയിലേക്ക് വരികയാണ്. പടിഞ്ഞാറ നടയിൽ വന്നാൽ ആ ദീപസ്തംഭം കാണാം. ദീപസ്തംഭത്തിൻ്റെ മുകളിൽ വേണുഗോപാല സ്വരൂപം കാണാം. അതിനപ്പുറം ഒന്ന് പിന്നിലേക്ക് ഇറങ്ങി നിന്നാൽ നമ്മളെ കൊടിമരത്തിലെ ആ വേണുഗോപാല സ്വരൂപം കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കുറച്ച് വൈകിട്ടാണെങ്കിലും കണ്ടു തൊഴുതു. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.